നമ്മളിത് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയേട്ടാ. കുറച്ച് ഒരാഴ്ചയായിട്ട് ഇവരെ കൂടി ആയിരുന്നു കേട്ടോ. അടിപൊളി, ഒന്നും പറയണ്ട, ഒന്നൊന്നര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. അപ്പൊ അമലാപുരത്ത് നിന്ന് വിട്ടു. അമലാപുരത്ത് നിന്ന് നേരെ വിട്ടിട്ട് നമുക്ക് നമ്മുടെ മാഹി പോലെ ഒരു പോണ്ടിച്ചേരിന്റെ ഒരു പോർഷൻ ഉണ്ട് ഇവിടെ. അവിടെ പോയി എണ്ണ അടിച്ചിട്ട് നേരെ നമ്മൾ വെച്ച് വിടും കേട്ടോ. നേരെ വിശാഖപട്ടണം അവിടെ വണ്ടി വെക്കുന്നു. അവിടെ വണ്ടി വെച്ചിട്ട് നേരെ പ്രയാഗ്രാജ് നാളെ രാത്രി. അതാണ് പ്ലാന്. ഇത് അംബാജിപ്പേട്ട പറഞ്ഞ സ്ഥലം കേട്ടോ. ശരി കേട്ടോ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരലുണ്ടായിരുന്നു. ഒരാഴ്ച നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട. അടിപൊളി ഫുഡ് കാര്യങ്ങൾ. നമ്മൾ നാഷണൽ ഹൈവേയിൽ കയറി കേട്ടോ. നാഷണൽ ഹൈവേ 216. അപ്പോൾ പിന്നെ നേരെ വിടുകയാണ്. ഒറ്റ റോഡാണ്. ഇടയ്ക്ക് ഒരു ടോൾ വെട്ടിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഈ റൂട്ടിൽ ഞാനിപ്പോൾ 3 പ്രാവശ്യമായി പോകുന്നത്. ഞാൻ ഇവൻ്റെ കൂടെ കുറച്ച് കറങ്ങാനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉത്സവത്തിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അതെല്ലാം കൂടിയിട്ട് വഴി പരിചയമുണ്ട്. ടോൾ വെട്ടിക്കാരനെ വഴിയെല്ലാം അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ രാവിലെ സൺറൈസ് ആകുമ്പോഴത്തേന് നേരെ വിശാഖപട്ടണം എത്തണം കേട്ടോ. അങ്ങനെ നമ്മളെ ടോൾ വെട്ടിക്കുന്ന റോഡെത്തി. എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതേ കൂടെ മിഞ്ഞാൽ നമ്മൾ പകല് പോയതാണ്, അതുകൊണ്ട് വഴി കറക്റ്റ് അറിയുന്നതുകൊണ്ട് പിന്നെ വെച്ച് വിടുകയാണ്. കുറേ പ്രതിമയിലാണ് കാണാം കേട്ടോ. ഇത് മറ്റേ പ്രതിമയിൽ ഉണ്ടാക്കുന്ന സ്ഥലം. ഏപ്രിൽ 1 മുതൽ നമുക്ക് ടോൾ വെട്ടിക്കൽ നിർത്താൻ പറ്റും. കാരണം മറ്റേ നമുക്ക് ഒരു കൊല്ലത്തേക്കിൽ മറ്റേ പാസിന്റെ സംഭവം വരുന്നുണ്ടല്ലോ, അൺലിമിറ്റഡ് പിന്നെ ടോൾ ഗേറ്റ്സ് പോകാന്നുള്ളൊരു സെറ്റപ്പ് വരുന്നുണ്ട് 1-ാം തീയതി മുതൽ. അപ്പം ഞാനതെന്തായാലും എടുക്കുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ലാഭമാണ്. കാരണം നമ്മളിങ്ങനെ ടോൾ വെട്ടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ടോൾ വെട്ടിക്കുമെന്ന് വെച്ചാൽ നല്ല ഗ്രാമങ്ങൾ കിട്ടിയാൽ ഞാൻ എന്തായാലും വെട്ടിക്കും. കാരണം ഫുൾ ടൈം ഹൈവേയിൽ ഓടിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിലും നല്ലത് നമ്മൾ ഒരു ബോറിങ് പരിപാടിയാണ്, നല്ല റോഡിൽ മാത്രം ഓടിക്കൽ. ഇടയ്ക്ക് ഇങ്ങനത്തെ ഗ്രാമങ്ങളിലെല്ലാം കയറുന്ന ഒരു ഭയങ്കര രസമാണ്. നമ്മളെ മീനും കൊണ്ട് വന്ന ലോറി കേട്ടോ. വെള്ളം ഇങ്ങനെ എത്ര പോകുന്ന വെള്ളം എന്നറിയാം. ഇതെല്ലാം റോഡിലേക്കാണ് വന്നത്. ശരിക്കും ഇതൊന്നും റോഡിലേക്ക് ഒഴിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. എന്താ ചെയ്യാനാ. എല്ലാവരും ഹനുമാന്റെ പ്രതിമയുണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോണ്ടിച്ചേരിന്റെ പാട്ടെത്തി. അപ്പൊ പിന്നെ ആടുന്ന് നമുക്കൊരു ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് നല്ല വിടാം. എന്തായാലും കയറിയതല്ലേ, ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ പൈസ കുറച്ച് നല്ല മാറ്റം വരും. നമ്മളെ മാഹീൻ്റെ അത്ര വലുതൊന്നല്ല, ഇതൊരു ചെറിയൊരു ഏരിയ കേട്ടോ. കുറച്ച് ഏരിയ ഉള്ളൂ, ഇവിടുന്ന് അത്ര ഏരിയ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. വണ്ടികളെല്ലാം എണ്ണ അടിക്കാൻ നിർത്തിയാണ്. ഇവിടെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി കയറാം കേട്ടോ. ഫുള്ള് ലോറിക്കാരാട്ടോ, വലിയ ക്യൂ ആണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ചേട്ടനെ കിട്ടി. ആള് കാര്യങ്ങളൊന്നും ചോദിക്കാറ്. ഇഷ്ടംപോലെ ലോറികളുണ്ട്, ഒന്നും പറയാനുണ്ട്. ചേട്ടൻ തമിഴ്നാട്ടിലാട്ടോ. ആള് വണ്ടിയെല്ലാം കണ്ടിട്ട് ചോദിച്ചു എവിടെയൊക്കെ പോയി. ആള് ബീഹാറിലോട്ട് പോവാന്ന് ലോഡും കൊണ്ട്, ആ വണ്ടിയും കൊണ്ട്. 86 റുപ്യ. നമ്മളെ നാട്ടിൽ 98-99 റുപ്യ. ഇതാ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് നമ്മൾ യാത്രയാകല കേട്ടോ. ഈ ആനത്തുനിന്ന് ഇതാ വിട്ട പറഞ്ഞു. ചായ പിടിക്കാന്ന് വെച്ചാൽ ഷോപ്പൊന്നും കാണുന്നില്ല. എന്തായാലും വെച്ച് പിടിക്കാം. 4000 രൂപ എണ്ണ. 4000 രൂപയ്ക്ക് ഫുള്ളായി. ഓൾറെഡി കുറച്ചുണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. വീഡിയോ എത്തിയേട്ടാ. ഒരു 3.5 മണിക്കൂർ കൂടെ പോകാണ്ട്. ഒരു ചായ കുടിക്കാൻ ഒരു ഷോപ്പ് ഒക്കെ ഒരു ചായക്കട വരില്ല. ഇത് എന്ത് നാഷണൽ ഹൈവേ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കാക്കിനാട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കേട്ടോ. ഇവിടുന്ന് ചായ കുടിക്കാൻ കിട്ടും എന്ന് വിചാരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ടൗണാണ്, പക്ഷേ ചായക്കടയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഏത് നട്ടപ്പാരൊക്കെ പോയാലും തട്ടുകടിയുണ്ട്. ഒരു വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ നടക്കൂല, അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അതെന്താ അങ്ങനെ തീരെ ആൾക്കാരെല്ലാം സന്ധ്യാമയം കിടന്നുറങ്ങുന്നത്, ആരുമില്ല, ഫുള്ള് ഇരുട്ട്. നല്ല കിടിലുണ്ടാവണം കേട്ടോ. എനിക്ക് നമ്മളെ ബാംഗ്ലൂരെല്ലാം ഇങ്ങനെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. അതുപോലെ ഒരു രസമില്ലൊരു ടൗണാണ്. നല്ല ഭംഗിയുണ്ട് വണ്ടി ഓടിക്കാൻ. നാട്ടിലെല്ലാം വലിയ പൈസ കൊടുത്ത് ലേലം
വാങ്ങുന്ന നമ്പറാണ് AC55 ബോസ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. നോക്കിയാട്ടെ, ഇവിടെ ലോറിക്കെല്ലാം ബോസ് ഉണ്ട്, ആരൊക്കെ വേണ്ട. ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ കയറി കേട്ടോ. രാജമണ്ഡ്രി വിശാഖപട്ടണം എല്ലാം സ്ട്രൈറ്റ് ഒറ്റ റോഡ്. ഒരു 79 കിലോമീറ്റർ സംതിങ് ഉണ്ട് രാജമണ്ഡ്രി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിശാഖപട്ടണം കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ വിശാഖപട്ടണം പഠിക്കുന്നത്, വിശാഖപട്ടണത്തിൽ നിന്നാണ് നമുക്ക് എളുപ്പം. നല്ല രസം കേട്ടോ, നല്ല കോടയെല്ലാം ഉണ്ട്. ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്. ഞാൻ ടോൾ കൊടുത്തിട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടോൾ കൊടുക്കാണ്ട് നോക്കിയിട്ട് കിലോമീറ്റർ നോക്കുമ്പോൾ കുറേ അധികമാണ്. ടോൾ കൊടുക്കുന്നേ നമുക്ക് ലാഭം. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ട് പോകാൻ ധരിച്ചു. എത്രയാ? 45 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. 45 ഉറുപ്പ്യ ഒരു സൈഡ്. അതിന് ചെറിയ പൈസയാണ്. സമയം കറക്റ്റ് 1 മണിയായിട്ടാ. വല്ലപ്രോളു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ടോൾ ഗേറ്റ് ആണിത്. നിങ്ങൾക്ക് കാണാം. ടോൾ കൊടുക്കുമ്പോൾ സങ്കടമുണ്ട്, എന്തായാലും ചെയ്യാം. വെറുതെ ചുറ്റണ്ടല്ലോ, ഭയങ്കര നഷ്ടമാണ്. എന്താ പറയുക, ഒരു 100 ഉറുപ്പ്യ നമുക്ക് നഷ്ടം വരും ടോൾ കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ. അത്ര കിലോമീറ്റർ ചുറ്റാനുണ്ട് കേട്ടോ. മണ്ടത്തരം കാണിക്കണ്ടല്ലോ. എന്തായാലും ഒരു ചായ കുടിക്കാൻ ഒരു ഷോപ്പ് പോലും കിട്ടിയില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് സൈഡാക്കി ഒന്ന് മൂത്രമൊഴിച്ച് മെല്ലെ പോകാൻ വെച്ചു. വളരെ ഒറ്റപ്പെട്ട സ്ഥലം കേട്ടോ, ആൾക്കാരൊന്നും ഇല്ല. സാധാരണ ടോൾ ഗേറ്റിന്റെ തൊട്ടുമുട്ടിയിൽ ഒരു ചായക്കടയിൽ ഉണ്ടാകുന്ന എന്ത് നാടത്. അയ്യോ. അടുത്ത് ഇനി നമുക്ക് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് തുനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. തുനിക്ക് ഒരു 34 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചായക്കട പോലും ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും വൃത്തികെട്ട ഒരു നാഷണൽ ഹൈവേ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരൊറ്റ ഷോപ്പ് പോലും ഇല്ല. എത്ര മണിക്കൂറായി ഞാനിങ്ങനെ നോക്കുന്ന അറിയാം. ഒരു ഷോപ്പ് പോലും ഓപ്പൺ ഇല്ല, ഒരു ഷോപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെയുള്ള റോഡ്. എന്ത് റോഡായത്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് അടിച്ച് പോയ അന്നാവാരം എത്തോട്ടോ. അന്നാവാരം Continue on National Highway 16 for 90 kilometers. യെസ്, ഓക്കെ. ഇതാ നമ്മളെ വിശാഖപട്ടണത്തേക്ക് ഈ റോഡാണ്. അങ്ങോട്ട് പോയ അന്നാവാരം കേട്ടോ. വളരെ തിരക്ക് കുറവാണ്. രാത്രി വന്നത് നന്നായി. പകലാണെങ്കിൽ നല്ല ചൂടുമാണ്, നല്ല ട്രാഫിക് ആയിരിക്കും കേട്ടോ. രാത്രി തന്നെ ഇപ്പൊ രാത്രി ലോറികൾ മാത്രമേ ഉള്ളൂ, ഇഷ്ടംപോലെ മീൻവണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശാഖപട്ടണം എന്തായാലും രാവിലെ നല്ല തിരക്കായിരിക്കും. ലാസ്റ്റ് ഒരു ചായ കുടിക്കാനൊരു സ്ഥലം കിട്ടി കേട്ടോ. കുറേ ലോറികൾ, എത്ര വണ്ടികൾ നോക്കിയാൽ ചായ കുടിക്കാനൊരു ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനും സൈഡാക്കി. ഇവിടെ ഒരു ബോർഡുണ്ട്, കൊൽക്കത്തക്ക് ഇനി 981 കിലോമീറ്റർ കേട്ടോ. നമുക്കിനി അത് ഓൾമോസ്റ്റ് 1 മണിക്കൂറും കൂടെ പോയാൽ മതി കേട്ടോ. വിശാഖപട്ടണത്തേക്ക് അത്രേ ഉള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാ രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. വെസ്റ്റ് ബംഗാൾ ഉണ്ട്, കർണാടക ഉണ്ട്, ഇതിപ്പോ നമ്മളെ കേരളയുണ്ട്, തമിഴ്നാട് ഉണ്ട്, തെലങ്കാന സ്റ്റേറ്റ് ഉണ്ട്, ആന്ധ്രയുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിയും കാണാം. ഭുവനേശ്വറിലേക്ക് ഇടുന്ന 460 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ കൊൽക്കത്ത 800 സംതിങ് ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. നമ്മൾ ഒരുവിധം മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നോർത്ത് ഈസ്റ്റ് എന്ന സ്വപ്നം നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് കോടയാണ് കേട്ടോ. കോടയാണോ പുകയാണോ? കോട തന്നെയാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു എക്സ്പ്രസ് വേയിൽ നിന്ന് എക്സിറ്റ് ആയി. ഇതൊരു കറങ്ങിയടിച്ച് പോകണം കേട്ടോ. ഇത് ഔട്ടർ റിംഗ് റോഡാണ്. നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് എക്സിറ്റ് പോകണം കേട്ടോ. ഒരു കിടുക്കാച്ച് സർക്കിളായിരുന്നു കേട്ടോ. ഞാൻ കുവൈറ്റിലെല്ലാം ഉണ്ടായ സമയത്ത് അതുപോലെ ഔട്ടർ റിംഗ് റോഡെല്ലാം കണ്ടിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങി ഓരോ ഭാഗത്തേക്ക് പോകുന്നത്. ആ ഒരു സെറ്റപ്പ് ഇവിടെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി, കൊള്ളാം. ഇന്ത്യയിൽ ഇങ്ങനത്തെ സെറ്റപ്പെല്ലാം ഉണ്ടെന്ന് ഇങ്ങനെ ഓരോ യാത്രയിലാണ് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മള് വിശാഖപട്ടണം എത്തി കേട്ടോ. വിശാഖപട്ടണം ടൗണാണിത്. അടിപൊളി കേട്ടോ, നല്ല നീറ്റ് സ്ഥലം, കൊള്ളാം. ഇത് രാത്രി ആയതുകൊണ്ടോന്ന് അറിയില്ല, തിരക്കുകളൊന്നുമില്ല. പകല് നല്ല തിരക്കുണ്ടാകുന്ന ഉറപ്പാ. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങ് വരെ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ.
പെട്രോളിയത്തിൻ്റെ പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൗണ് കൊള്ളാട്ടോ, നല്ല നല്ല നീറ്റുണ്ട് കാണാൻ, നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ. 4 മണിയായി, നമ്മളിപ്പോൾ എത്തും. ചങ്ങായിൻ്റെ ലൊക്കേഷനിലേക്ക് ഇപ്പോൾ എത്തും. ഒരു 5 മിനിറ്റ് കൂടെ പോയാൽ മതി. ഞാൻ പിന്നെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നു. ഇവിടെ ഇങ്ങനെ പയ്യെ കാഴ്ചകളെല്ലാം കണ്ട് തിരക്കൊന്നുമില്ല, ആരുമില്ല, എല്ലാവരും കിടന്ന് ഉറങ്ങുക. പയ്യെ പോവാണ്. വെട്ടണം പോട്ട ദൂരിട്ടി കൊള്ളാട്ടോ. ട്രെയിൻ മുകളിലേക്ക് പോകുന്നതാണോ? കൊള്ളാം. അടിപൊളി സിറ്റി കേട്ടോ, കൊള്ളാം. അങ്ങനെ നമ്മളിതാ വിശാഖപട്ടണം എത്തി കേട്ടോ. ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ ലൊക്കേഷനിലെത്തി. രാവിലെ 4 മണിയായി. പിന്നെ ആളെ ഞാൻ വിളിച്ചില്ല. ഞാൻ വണ്ടിയിൽ തന്നെ ഒരു 1 മണിക്കൂർ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്, ആ ഒരു ലൈറ്റ് കാണുന്നിടത്താണ് മെയിൻ റോഡ് കേട്ടോ. ഇതൊരു ചെറിയ റോഡാണ്, ചെറുതല്ല. ഇതന്നെ നമ്മുടെ നാട്ടിലെ മെയിൻ റോഡിൻ്റെ വലിപ്പമുണ്ട്. ഇഷ്ടംപോലെ മരങ്ങളെല്ലാം ആയിട്ട് അടിപൊളി സ്ഥലം. എന്തായാലും ഞാൻ ഒരു 1 മണിക്കൂർ കിടന്നുറങ്ങട്ടെ. ബാക്കി വിശേഷങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.